Hello, my dear students. Once again, welcome to our IBED Campus YouTube channel. So, ഇന്നൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ NOS ഒക്ടോബർ ബാച്ച് 2024ന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു. ഈ റിസൾട്ട് വരുന്ന ദിവസം ഇന്നും ഇത്തവണയും IBED ക്യാമ്പസ് തന്നെയാണ് NOS വിജയ ശതമാനത്തിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് NOS വിദ്യാർത്ഥികൾക്ക് ഒരു നിറവിജയം നൽകുന്ന ക്യാമ്പസ് തന്നെയാണ് നമ്മുടെ IBED ക്യാമ്പസ്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് NOSൽ ഇത്രയധികം വിജയ ശതമാനം IBED ക്യാമ്പസിന് കിട്ടുന്നത്? കാരണം നിങ്ങളുടെ ക്ലാസ്സിൽ 18 വയസ്സായ കുട്ടി ഉണ്ടാവും, 20 വയസ്സായ കുട്ടി ഉണ്ടാവും, 30 വയസ്സും 40 വയസ്സും 50 വയസ്സും 60 വയസ്സുള്ള നിരവധി വ്യത്യസ്ത പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? എല്ലാവർക്കും എങ്ങനെയാണ് ഒരുപോലെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇത്ര വിജയ ശതമാനം IBED ക്യാമ്പസിന് കിട്ടുന്നതെന്ന് പലപ്പോഴും പലയിടത്തും ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കൂടി ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ IBED ക്യാമ്പസ് NOS ശരിക്കും പേഴ്സണലി ടീച്ചേഴ്സിനൊക്കെ കുറച്ചും കൂടി ഒരു ഇത്തിരി ഇഷ്ടം കൂടുതലുള്ള ഒരു ബോർഡ് തന്നെയാണ് NOS ബോർഡ്. കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ മനോഹരമായ ഒരു ആശയമാണ് NOS എന്നതിലൂടെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. പാതി വഴിയിൽ പഠനം മുടങ്ങിയവർക്ക് അവരുടെ പഠനം തുടരാൻ വേണ്ടിയിട്ടുള്ള അവസരം. നിങ്ങളുടെ പഠനം അവസാനിച്ചിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് തുടരാം, പ്രായം അതിനൊരു പരിധിയല്ല, ഒരു അതിരല്ല എന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് NOS. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇഷ്ടം NOSനോട് കൂടുതലുണ്ട്. അതുപോലെ IBED ക്യാമ്പസ് NOS വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു പഠന മെത്തേഡ്, അക്കാഡമിക് ക്ലാസ്സുകളുടെ മെത്തേഡ് എന്ന് പറയുമ്പോൾ RO2 മെത്തേഡാണ് നമ്മൾ അക്കാഡമിക് ക്ലാസ്സുകൾ NOSന് കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് പറയാം. RO2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്, O എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്, നെക്സ്റ്റ് O എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്. ഇത്തരത്തിൽ ഈ 3 മെത്തേഡ്സുകളിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ, ഓഫ്ലൈൻ, റെക്കോർഡ്. ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അവർക്ക് കുട്ടികളുണ്ട്, അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ, കറക്റ്റായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കംഫർട്ട് സോൺ, അവരുടെ കൺവീനിയൻസിൽ അവരുടെ കംഫർട്ട് സ്ഥലത്തിരുന്ന് അവർക്ക് ക്ലാസ് കേൾക്കാം. അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റെക്കോർഡ് ക്ലാസ്. അതുപോലെ തന്നെ ഇനി റെക്കോർഡ് ക്ലാസ് മാത്രം പോരാ, നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ടീച്ചേഴ്സിനോട് നേരിട്ട് ഡൗട്ട് ചോദിക്കാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് റെക്കോർഡും കിട്ടി, ലൈവും കിട്ടി, എന്നാലും ടീച്ചറും നേരിട്ട് കണ്ട് സംസാരിക്കണം. ആ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയി നേരിട്ട് ആ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം എന്നുള്ള വൈബൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓഫ്ലൈൻ ക്ലാസ്, ഇത്തരത്തിൽ 3 മെത്തേഡ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് തന്നെയാണ് IBED ക്യാമ്പസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയ ശതമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, 9 വർഷം 10 വർഷങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും SSLC അല്ലെങ്കിൽ വീണ്ടും +2 എഴുതാൻ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ലൈവ് ക്ലാസ് മാത്രം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് മാത്രം കൊടുക്കുമ്പോൾ അതിനൊരു പരിധി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഒരു കേസ് സ്റ്റഡിയിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ 3 മെത്തേഡ്സും വിദ്യാർത്ഥികളുടെ കംഫർട്ട് അനുസരിച്ച്, വിദ്യാർത്ഥികളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഈ 3 രീതിയും നമ്മൾ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്, റെക്കോർഡ് ക്ലാസ്. ഈ 3 രീതിയിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സിംപ്ലിഫൈങ് വിത്ത് എക്സാമ്പിൾസ്. എക്സാമ്പിൾ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് എടുക്കുമ്പോൾ മൗലികാവകാശം എന്ന് പറയുമ്പോൾ വലിയ സംഭവമായിട്ടല്ല മൗലികാവകാശം പറയാം. നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടി പഠിക്കേണ്ടതാണ് മൗലികാവകാശങ്ങൾ. ആ രീതിയിൽ ഓരോ കാര്യങ്ങളെയും വളരെ സിംപ്ലിഫൈ ചെയ്ത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നതും നല്ല ഫീഡ്ബാക്സ് കിട്ടുന്നതും അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര വിജയ ശതമാനം കിട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാരത്തോൺ വീഡിയോ നമ്മുടെ NOS മലയാളം അല്ലെങ്കിൽ NOS മലയാളം മീഡിയത്തിൽ യൂട്യൂബ് മാരത്തൺ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും വേഗത്തിൽ 10K അല്ലെങ്കിൽ 11K ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി IBED ക്യാമ്പസിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ മാരത്തൺ വളരെ ഇരുകൈയോടെയാണ് എല്ലാ വിദ്യാർത്ഥികളും സ്വീകരിച്ചത്. നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ മാത്രമല്ല, ഒരുപാട് പുറത്തുള്ള കുട്ടികൾ നല്ല ഫീഡ്ബാക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാരത്തൺ കേട്ടിട്ടും നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ മാരത്തൺ ഇരുകൈ നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇതിൽ ഞാൻ മാത്രം സംസാരിച്ചാൽ പോരാ, നിങ്ങൾ എന്നെ മാത്രമല്ല കണ്ടിട്ടുള്ളത്. നമ്മുടെ മാരത്തണിലാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും മറ്റെല്ലാ അധ്യാപകരും ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇത്തരത്തിൽ ഡാറ്റ എൻട്രി പല വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേ സ്റ്റുഡിയോയിൽ വന്ന നിരവധി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ അല്ലെങ്കിൽ അവർക്കും നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വിജയ നിറവിൽ നിൽക്കുകയാണ്. 6 മാസത്തെ നമ്മുടെ അധ്വാനം, ആ ഒരു +2 തോറ്റില്ലേ 10 തോറ്റില്ലേ എന്നുള്ള ആ ഒരു പരിഹാസത്തിൽ നിന്ന് ഇന്ന് ഞാൻ 10 ജയിച്ചു, +2 ജയിച്ചു, 10 വർഷങ്ങൾക്ക് ഇപ്പുറം
ഞാൻ വീണ്ടും +2 എഴുതി, എൻ്റെ കുട്ടികളുണ്ട്, എൻ്റെ ജോലിയുണ്ട്, എല്ലാ തിരക്കുകൾക്കിടയിലും അതിമനോഹരമായി +2 എന്ന കടമ്പ ഞാൻ കടന്നു എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നവരാണ് ഇന്ന് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് നമ്മൾ ടീച്ചേഴ്സിന് ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞിങ്ങനെ ശങ്കയിൽ നിൽക്കായിരിക്കും, ഇനി എന്ത് ചെയ്യണം, ഇനി ഡിഗ്രി ചെയ്യണോ, കോഴ്സ് ചെയ്യണോ, ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി ചെയ്യണം, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, അല്ലെങ്കിൽ BA സോഷ്യോളജി ചെയ്യണോ, BA ഇംഗ്ലീഷ് ചെയ്യണോ, BA ഹിസ്റ്ററി ചെയ്യണോ, ഇത്തരത്തിൽ BBA ചെയ്യണോ, BCom ചെയ്യണോ, ഒരുപാട് ഡൗട്ട്സ് ആയിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അത്തരത്തിൽ ആ ഡൗട്ട്സ് വേണം കേട്ടോ. നമ്മളൊക്കെ ആ സമയത്ത് ആ ഡൗട്ട് ഉണ്ടായിരുന്നു, ആ ഡൗട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ ആ ഡൗട്ടുള്ള നിങ്ങളോട്, വിജയ നിറവിൽ നിൽക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടീച്ചേഴ്സിനും നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് 5 മിനിറ്റ്. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഓരോരുത്തർ വിളിച്ച് കൊടുക്കുന്നതാണ്. എല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇംഗ്ലീഷും മലയാളം കൈകാര്യം ചെയ്യുന്ന അക്ഷയ മിസ്, അതുപോലെ തന്നെ കൊമേഴ്സ് വിഷയങ്ങൾ, ബിസിനസ്, അക്കൗണ്ടൻസി, ഡാറ്റ എൻട്രി, ഏറ്റവും കൂടുതൽ NOS വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏത് മിസ്സാ? മുർഷിന മിസ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യോളജി കൈകാര്യം ചെയ്യുന്ന വാസന മിസ്. എല്ലാവരെയും സുപരിചിതമെന്ന് അറിയാം, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിറവിജയത്തിൽ, നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു നിറവിജയത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇവർ പറയട്ടെ. അപ്പോൾ NOSന്റെ ഏറ്റവും കൂടുതൽ സബ്ജക്ട് എടുക്കുന്നത് നമ്മുടെ മുർഷിന മിസ് ആണ്. അക്കൗണ്ടൻസി, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഡാറ്റ എൻട്രി, കൊമേഴ്സ് വിഷയങ്ങളാണ് മിസ് കൂടുതൽ എടുക്കുന്നത്. സോ NOSന് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു മിസ് എന്ന രീതിയിൽ, ടീച്ചർ എന്ന രീതിയിൽ നിറവിജയം കൈവരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? മിസ്സിന് മുമ്പിൽ ഇപ്പോൾ 9 വർഷവും 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് +2 പാസ്സായി ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞ ഒരു ടീച്ചർ എന്ന നിലയിൽ വളരെയേറെ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. കാരണം ഓരോ കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അധ്യാപകര് വിജയിച്ച പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഓരോ കുട്ടികൾ റിസൾട്ട് വന്നിട്ട് വിളിച്ച് പറയാറുണ്ട്, നന്നായി, നല്ല അറ്റംപ്റ്റ് ചെയ്തു, മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷം തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിപ്പോ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കണ്ടാൽ മതി. ഇനി തുടർന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് പഠിത്തം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്താനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ all students. Okay, thank you. ഇല്ല, അവര് പഠനം നിർത്തും എനിക്ക് തോന്നുന്നില്ല. കാരണം പഠനം ഒരു ലഹരിയാണ്. ഒരു വട്ടം അത് രുചിച്ചു കഴിഞ്ഞാൽ നമ്മളത് നുകർന്നുകൊണ്ടേയിരിക്കും. ആരും പഠനം നിർത്തൂലല്ലോ. നിർത്തുവോ? നമ്മൾ കുട്ടികൾ നിർത്തുവോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്ന, പലപ്പോഴും കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളവും ഇംഗ്ലീഷും ആ ടീച്ചറുടെ കയ്യിൽ ഭദ്രമെന്ന് പല കമന്റ് ബോക്സിലും കണ്ട ടീച്ചറാണ്. സോ മിസ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഒരുപാട് സന്തോഷം. ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഒരു ടീച്ചർ തന്നെ എടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളത് എങ്ങനെ എടുക്കും, അവർക്കത് മനസ്സിലാവുമോ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ ഒക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ പൊതുവേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഇത്തവണ എല്ലാവരും പാസ്സായി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട് എന്നുള്ളതും കൂടെ വളരെ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമായി. പിന്നെ മുർഷിന മിസ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും, ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പ്രായമൊന്നും ഇല്ലാതെ തന്നെ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഒന്നും നിർത്തരുത്, വിദ്യാഭ്യാസം എവിടെയും നിർത്തരുത്. സോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ വന്ന സമയത്ത് NOS വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു, ശരിക്കും NOS ഒരു തട്ടിപ്പല്ല, നമ്മളിപ്പോൾ 1 വർഷം കൊണ്ട് പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ 2 വർഷം കൊണ്ട് പഠിച്ചത് ഇവർ 6 മാസം കൊണ്ട് പഠിക്കുന്ന ഒരു തട്ടിപ്പല്ല നിങ്ങൾക്കും തോന്നിയിരുന്നില്ലേ? തോന്നിയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ അവരുടെ സിലബസ് കണ്ടപ്പോൾ അങ്ങനെ അല്ലാന്ന് മനസ്സിലായി. കാരണം അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളത് തന്നെ അവർക്കും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ അക്ഷയ മിസ്സും മുർഷിന മിസ്സും സംസാരിച്ചു. ഇനി നമ്മുടെ സോഷ്യോളജി മിസ് വാസന മിസ് സംസാരിക്കും. ഞാനും വാസന മിസ്സും ഒരേ സമയമാണ് IBED ക്യാമ്പസിൽ വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ NOSന്റെ 3ാമത്തെ ബാച്ചാണ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയശതമാനം നേടിയ ഈ വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, മിസ് ഒരിക്കലിനോട് പറഞ്ഞിരുന്നു, മിസ്സിന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം NOS ആണ്. കാരണം അതിന്റെ സിലബസ് ആണെങ്കിലും അതിന്റെ ആ ഒരു തീം ആശയൊക്കെ നോക്കി NOS ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? വളരെയധികം സന്തോഷം NOSന് ഇത്രത്തോളം വിജയം ഉണ്ടായതിൽ. നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റി ഇവിടെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം NOS ആണ്. കൂടുതൽ കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഏജ് ആയ ആളുകളാണ് കൂടുതലായിട്ട് NOSിലുള്ളത്. പിന്നെ NOSിൽ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് സോഷ്യോളജിയാണ്. വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്, പക്ഷെ അത് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോൾ നല്ല മാർക്കോട് കൂടി, കുറച്ചും കൂടി ഗ്യാപ്പ് ഇടുന്നതിന് ശേഷമാണ് ഇപ്പോൾ NOSിൽ ഇത്രത്തോളം നല്ല മാർക്കോട് കൂടി പാസ്സായത്. ഇനിയും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി, മുർഷിന മിസ് പറഞ്ഞ പോലെ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നല്ല രീതിയിൽ ജീവിക്കാം. ഓക്കെ, താങ്ക് യു.
സോ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞ ഒരു കോർ പോയിന്റ് ഉണ്ട്, എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ്. ഒരിക്കലും ഇവിടെ വെച്ച് നിങ്ങൾ പഠനം നിർത്തരുത്. +2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തുടക്കമാണ്, നമ്മുടെ പഠനത്തിന്റെ ഒരു തുടക്കമാണ്. ഇവിടുന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. ഡിഗ്രി, PG, PhD, ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ ആകാശം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആരും പഠനം നിർത്തരുത്, പഠനം തുടരുക തന്നെ ചെയ്യണം. വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ ആകാശത്തിൽ നിങ്ങൾ പറന്നുയരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും തുടർ അക്കാഡമിക് ലൈഫിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം അല്ലേ? എനിവേ, ഓൾ ദി ബെസ്റ്റ്.